ജെയ്സൺ ചോദ്യം ചോദിക്കുക എന്നത് ജെയ്സൺ അദ്ദേഹത്തിന്റെ വഴിയിൽ നിന്ന് മാറാനല്ലേ അദ്ദേഹം പറഞ്ഞത്? ആ വാചകം നമുക്കൊന്നുകൂടി കേൾക്കാം. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാടും താങ്കൾ വെക്കണമെന്ന് ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? സൗകര്യം ജെയ്സൺ കൃത്യമല്ലേ? എൻ്റെ വഴി എൻ്റെ അവകാശമാണ്, പ്ലീസ്, അതുവരെ ശരി. പക്ഷേ ആ ചോദ്യം ഉന്നയിക്കാൻ നിൽക്കുന്ന ആളുകൾ അവരുടെ തൊഴിലിടമാണ്. ജെയ്സൺ അടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ തൊഴിലിടമാണ്. നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് നിങ്ങളുടെ തൊഴിലിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അതാണ് അദ്ദേഹം തട്ടിമാറ്റിയത്. ജെയ്സൺ, ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ സിനിമാ വിഷയത്തിൽ, നടന്മാർക്കെതിരെ ഉയർന്ന ആരോപണ വിഷയത്തിൽ, പരാതി വിഷയത്തിൽ അദ്ദേഹവും അതിനോട് വ്യക്തമായ മറുപടി പറയാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധി. അദ്ദേഹം ഒരു സിനിമാക്കാരനല്ല, ഒരു MP ആണെന്നോ ഒരു കേന്ദ്രമന്ത്രിയാണെന്നോ കാര്യം അദ്ദേഹം മറന്നുപോകുന്നു എന്നതാണ് ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ തെളിയിക്കുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ അതിരൂക്ഷമായ ഭാഷയിലാണ് മാധ്യമപ്രവർത്തകരെ വിമർശിച്ചത്. ആ മാധ്യമപ്രവർത്തകർ വിമർശിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇപ്പോൾ സിനിമാ മേഖലയിലെ നടന്മാർക്കെതിരെ മറ്റു ആളുകൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു തെറ്റ്. മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കുന്ന വാർത്തയല്ല, ഇതിന് ഇരകളായവർ തങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ട അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറയുന്ന അത് പൊതുസമൂഹത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ട് പേർക്ക്, ഒരാൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു സംഘടനയിൽ നിന്നാണെങ്കിൽ മറ്റൊന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ നിന്ന് രാജിവെക്കേണ്ടി പോകേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ പച്ചയായ യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് തങ്ങളുടെ സഹപ്രവർത്തകർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളോട് ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏത് രീതിയിലും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു MP-യും അതുപോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രതികരിക്കേണ്ട സമചിത്തത അദ്ദേഹം രാവിലെ മുതൽ കാണിച്ചിട്ടില്ല. അത് വൈകിട്ടാവുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുന്നു. അതിൻ്റെ ആ ഉച്ചസ്ഥായിയിലെത്തിയ ഒരു പ്രകടനമാണെന്ന് കണ്ട് അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകർ പ്രതികരിക്കാതിരിക്കാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് ഒരു ആളുകൾ തള്ളിമാറ്റുന്ന സ്ഥിതി ഉണ്ടായി എന്നത് ഒരിക്കലും ഭൂഷണമായ ഒരു കാര്യമല്ല. സുജയ, നമുക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാടും താങ്കൾ വെക്കണമെന്ന് ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? സൗകര്യം ജെയ്സൺ, ഞാൻ ഒരിക്കൽ കൂടി കേൾക്കാൻ പറഞ്ഞത്, ജെയ്സൺ അവസാനം അദ്ദേഹം സൗകര്യമില്ല എന്ന് കൂടി പറഞ്ഞോ കാറിൽ കയറി ഇരുന്നതിന് ശേഷം? മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സൗകര്യമില്ല എന്ന് പറഞ്ഞു അതായത് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ സൗകര്യമില്ല എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് തന്നെയായിരിക്കാനാണ് സാധ്യത. തുടർച്ചയായി വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം കാറിൽ കയറിയ ശേഷമാണ് എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന അർത്ഥത്തിലാണ് സൗകര്യമില്ല എന്ന് പറഞ്ഞത്. അതോടുകൂടി അദ്ദേഹം കാറെടുത്ത് പോവുകയായിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് BJP-യെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതും ഇത്തരത്തിൽ ലൈംഗിക ആരോപണം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന നടന്മാരെ ഒക്കെ പിന്തുണച്ചുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി രംഗത്തെത്തുന്നു എന്നതാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് BJP-യെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയെയും കൊണ്ടെത്തിക്കുന്നത്. അദ്ദേഹം രാവിലെ വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു. ആ പ്രതികരണം കേട്ടാൽ മനസ്സിലാകും ഒട്ടും സമചിത്തതയോടുകൂടിയല്ലാത്തൊരു പ്രതികരണമായിരുന്നു. അദ്ദേഹത്തിന് എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞ് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. പക്ഷേ അതൊന്നും പറയാതെ അതിവൈകാരികമായ ഒരു പ്രതികരണമാണ് രാവിലെ നടത്തിയത്. ആ അതിവൈകാരികതയുടെ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായി പോയി ഇന്നിപ്പോൾ തൃശ്ശൂർ രാമാലയത്തിൽ നടന്നത്. സുജയ, ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി ക്ഷുഭിതനാകുന്ന സുരേഷ് ഗോപിയാണ് ഇന്ന് രാമനിലയത്തിൽ നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. BJP അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാടും താങ്കൾ വെക്കണമെന്ന് ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? സൗകര്യം
ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ സുരേഷ് ഗോപിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാട് അത് താരസംഘടനയിലെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റേത് സമാനമായ നിലപാടാണ്. അങ്ങനെ വേണം രാവിലത്തെ പ്രതികരണവും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് മുകേഷിനൊപ്പമാണ്. അങ്ങനെ തന്നെയല്ലേ ജെയ്സൺ? യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. കാരണം അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് വളരെ മാന്യമായി പ്രതികരിക്കാമായിരുന്നു. മുകേഷിനൊപ്പമല്ല, പരാതിക്കാർക്ക് ഒപ്പമാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ വസ്തുത പുറത്തു വരട്ടെ. ഇന്നലെ പൃഥ്വിരാജ് പ്രതികരിച്ചത് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ പരാതികൾ അന്വേഷിക്കണം. അതിനും അപ്പുറത്തേക്ക് ആ പരാതികൾ തെറ്റാണെന്ന് കണ്ടാൽ ആ പരാതി പറഞ്ഞവർക്കെതിരെ കൂടി നടപടി വേണമെന്ന് വളരെ കണ്ണിങ്ങായ വളരെ ശ്രദ്ധാപൂർവമായ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. പൃഥ്വിരാജിനേക്കാൾ എത്രയോ ഇരട്ടി ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന സുരേഷ് ഗോപി അത്തരത്തിലുള്ള പ്രതികരണം പോലും നടത്താൻ തയ്യാറായില്ല എന്നതിനപ്പുറത്ത് അദ്ദേഹം പരസ്യമായി പിന്തുണയ്ക്കുന്ന സ്ഥിതിയിലേക്ക് മുകേഷിനെയും ഈ ആരോപണം മുഴുവൻ ആരോപണങ്ങൾ മാത്രമാണ്. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ്. ആവശ്യമുള്ളവർ കോടതിയിൽ പോകട്ടെ, കോടതിയിൽ പോയി കോടതി ശരി കണ്ടെത്തട്ടെ എന്നതടക്കമുള്ള ആ രീതിയിലേക്ക് പോലും കാര്യങ്ങൾ കടക്കുന്നു എന്നത് ഒട്ടും ഉചിതമല്ല. മാത്രമല്ല, ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സുരേഷ് ഗോപി എത്തിയെന്ന് പറഞ്ഞാലും നമുക്ക് അവരെ കുറ്റം പറയാനാകാത്ത ഒരു പ്രസ്താവനയാണ് ഇന്ന് രാവിലെ മുതൽ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുജയ, ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയെ തിരുത്താൻ ആ നേതാവിന്റെ പാർട്ടി തയ്യാറാകേണ്ടതല്ലേ? കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്താണ്, 2 പ്രധാനപ്പെട്ട വകുപ്പുകളിൽ കേന്ദ്ര സഹമന്ത്രിയാണ്. അങ്ങനെയിരിക്കുന്ന ഒരു വ്യക്തി നടത്തുന്ന പ്രതികരണങ്ങളിൽ അതിൻ്റെതായ ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ടതല്ലേ? രാവിലെ തന്നെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ വന്ന് വാർത്താ സമ്മേളനം വിളിച്ചത് ആ പ്രതികരണം കണ്ടിട്ടുകൂടിയാണ്. അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണമെന്നാണ്. അത് സുരേഷ് ഗോപിയും കേൾക്കേണ്ടതല്ലേ? അതിനനുസരിച്ച് വേണ്ടേ അദ്ദേഹം അടുത്ത പ്രതികരണത്തിലെങ്കിലും ആ ഒരു ഔചിത്യം കാണിക്കേണ്ടതല്ലേ? അതുണ്ടായില്ലല്ലോ ജെയ്സൺ. സുരേഷ് ഗോപി രാവിലെ പ്രതികരണം നടത്തി. അതിനുശേഷം അദ്ദേഹം പ്രതികരണം നടത്തുന്നില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയും BJPയുടെ എം പിയുമായ സുരേഷ് ഗോപിക്കെതിരെ ഒരു നിലപാട് പരസ്യമായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എടുത്തതോടുകൂടിയാണ് വീണ്ടും അദ്ദേഹത്തെ കാണണമെന്ന നിലപാടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അല്ലാതെ വീണ്ടും അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തെ ശല്യപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. രാവിലെ പ്രതികരണം എടുത്ത ശേഷം നമ്മൾ സുരേഷ് ഗോപിയുടെ മറ്റു പരിപാടികളിലേക്ക് പോയിരുന്നില്ല. പക്ഷേ കെ സുരേന്ദ്രൻ പാർട്ടിയുടെ നിലപാട് അതിശക്തമായി പറയുകയും അത് സുരേഷ് ഗോപിയുടെ നിലപാടിന് നേരെ വിരുദ്ധമാവുകയും ചെയ്തതോടുകൂടിയാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാൻ വന്നത്. പക്ഷേ അദ്ദേഹം പ്രതികരണം തരാൻ തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് നാം അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അദ്ദേഹം കാറിൽ കയറാൻ പോകുമ്പോൾ ചോദിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൽ നിന്ന് അതിരൂക്ഷമായ രീതിയിലുള്ള ക്ഷോഭവും അതോടൊപ്പം തള്ളിമാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത്. ഏതായാലും ഇത് അത്ര ഭൂഷണം. ജെയ്സൺ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഈ ഒരു ആക്ടിനെ അനുകൂലിക്കുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത് ഇരയാക്കപ്പെട്ടവർക്ക് ഒരു അപമാനമായി മാറുന്നതല്ലേ? തീർച്ചയായും ഇപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ BJPയും അതുപോലെ തന്നെ ഒരേ സമയം സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ BJPയും പ്രതിസന്ധിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഒഴിവാക്കിയിരുന്നെങ്കിൽ BJP കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുകൂടി മറുപടി, ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ കൂടി മറുപടി പറയേണ്ട സ്ഥിതിയിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ എത്തിച്ചേർന്നു എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രിയാണ്. ഈ 2 രീതിയിലും പുലർത്തേണ്ട കാര്യങ്ങൾ അദ്ദേഹം പുലർത്തിയില്ല എന്നത് മാത്രമല്ല, പ്രതിസ്ഥാനത്ത് എത്തുന്ന ആളുകൾ, അതായത് ആരോപണ വിധേയരെ പിന്തുണയ്ക്കുന്ന